പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാ കുട്ടികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ മറ്റു വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, നമ്മുടെ ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ബഷീർ തങ്ങൾ, ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് KRS സാഹിബ്, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ ക്ഷേമകാര്യ സംഘടനയുടെ ചെയർമാൻ അലി മുളപ്പള്ളി, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധിയായിട്ടുള്ള ഉസ്മാൻ കുരിക്കാട്, നമ്മളെ ഈ സംഘാടക സമിതിയുടെ സംഘാടകരായിട്ടുള്ള മാസ്റ്റർ ജയിലാക, അതുപോലെ തന്നെ നമ്മുടെ SCDSന്റെ സൂപ്പർവൈസർമാർ, ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ അംഗനവാടിയിൽ എത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ അംഗനവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായി കൊണ്ടിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാ പരിപാടികളും അവതരിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ അംഗനവാടികളിൽ നിന്നും എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കലാകാരന്മാരെ, പ്രിയപ്പെട്ടവരെ, അനന്തരം ഗ്രാമപഞ്ചായത്തിന്റെ 24-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനന്തരം ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഒരു കലോത്സവത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നത്തിൽ കിടക്കുന്ന ഇതിലെ ആളുകളെ വെച്ചുകൊണ്ട് അനന്തരം ഗ്രാമപഞ്ചായത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കൂടുതലൊന്നും ഈ കാര്യങ്ങൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരുടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സർവോപരി ഇന്നത്തെ ഈ ഒരു വർണ്ണാത്മകമായ പ്രിയപ്പെട്ടവരെ, അനന്തപുരം ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയുടെ വർണ്ണം ഭിന്നശേഷിക്കാരുടെ കലോത്സവ വേദിയിലാണ് ആളുള്ളത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർണ്ണം എന്നത് വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് പ്രാവർത്തികമാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ പഞ്ചായത്തിലെ അംഗപരിമിതികളിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി അവരുടെ സർഗാത്മകമായി കഴിവ്, അല്ലെങ്കിൽ അവർക്കൊരു അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിനോടൊപ്പം ഭരണസമിതിയും ഒന്ന് ചേർന്ന് നിൽക്കുന്നതോ വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണിന്ന്. ഈ ഒരു വേളയിൽ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഈ അംഗപരിമിതിയുള്ള മക്കളുടെ അല്ലെങ്കിൽ കാര്യങ്ങളെയും വളരെയധികം അവരുടെ ഏതൊരു കാര്യത്തിനും ആവശ്യമായ ഫണ്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് മറ്റു പദ്ധതികൾക്ക് ഫണ്ട് ഉപയോഗിക്കാറ്. കാരണം ഈ ഒരു മക്കളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്താനും അവർക്ക് ശക്തി പകരാനും ഗ്രാമപഞ്ചായത്ത് എന്നും പ്രവർത്തിക്കാനുള്ള ഈ ഉണ്ടാകുന്ന ഉറപ്പുവരികയാണ്. ഇന്ന് നമ്മുടെ കുട്ടികളുടെ കലാമത്സരങ്ങളുടെ സർഗാത്മകമായ കഴിവുകളുടെ കൂടുതൽ നൽകാൻ നമുക്ക് ഏവർക്കും കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ നിമിഷങ്ങളായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ ഒരു വർണ്ണം എന്ന ഭിന്നശേഷി കലോത്സവം നമുക്ക് ആരംഭിക്കാം. ഇതിന്റെ തുടക്കം കുറിച്ച് ആരംഭിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരും
ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇവിടെ നിർമ്മിച്ചു കൂടിയിരിക്കുന്നത്. ഇവിടെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന ഭാഷണത്തിലും സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമൂഹത്തിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ ഒപ്പം എത്താൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിന്റെ കൂടെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി, അവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അനന്തപുരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകം പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അനന്തപുരി ഗ്രാമപഞ്ചായത്തിന്റെ 23 വാർഡുകളിൽ നിന്നും 113ഓളം ആളുകൾ ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയത് നിങ്ങളുടെ ഒരു സുദിനമായി നിങ്ങളിൽ ഇരിക്കുന്ന ഓരോ കഴിവുകളും ഇവിടെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ കലാകാരന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി, ഒരു അവസരം സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ സാധാരണക്കാരോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി അനന്തപുരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭിന്നശേഷിക്കാരായ മുഴുവൻ ആളുകളെയും ഇവിടെ വിളിച്ചു വരുത്തി ഒരു ആഘോഷമാക്കി മാറ്റാൻ തയ്യാറായ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങളാരും പിറകിലല്ല, നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങളോടൊപ്പം നിൽക്കാനും നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താനും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകാനും അനന്തപുരി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിങ്ങളുടെയൊക്കെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഒരു ദിനമായി ഇവിടെ ആഘോഷമായി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും തുറന്നുകൊണ്ട് ഞാൻ വാക്ക് പ്രസംഗിക്കുന്നു. നന്ദി. ഭിന്നശേഷിക്കാരുടെ കല പ്രദർശിപ്പിക്കാനുള്ള പ്രകടിപ്പിക്കാനുള്ള ഒരു ദിനമായി തിരഞ്ഞെടുത്ത് ഇന്ന് അത് നടക്കുകയാണ്. ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മളെ പോലെ പൂർണ്ണമല്ലാത്ത എന്തോ ഒരു ചെറിയ തകരാറ്, അത് ദൈവഹിതമാണ്. ദൈവഹിതത്തിലൂടെ സംഭവിച്ചു പോയ ആ ഭിന്നശേഷിത്വം, ആ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുക എന്ന അനന്തപുരി ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനമാണ്. ഇങ്ങനെ ഒരു കല വിരുന്ന് കുറിക്കാനും അവരുടെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന കല, നമ്മളെല്ലാം ഓരോ മനുഷ്യരും അവരെ കഴിവുണ്ട്. ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും ഒരു കഴിവുണ്ട്. പക്ഷെ പലപ്പോഴും ആ കഴിവ് പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭ്യമാകുന്നില്ല എന്നതാണ് നമ്മളൊക്കെ ദൗർഭാഗ്യകരമായ അവസ്ഥ. ഭിന്നശേഷിക്കാരാണെങ്കിലും അവർക്കും അവരുടെ അകത്ത് ഒരു കലയുണ്ട്. ആ കല പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു ദിനം തെരഞ്ഞെടുത്തത്. ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ അംഗനവാടി വർക്കർമാർ അവതരിപ്പിച്ച ഒരു ആമുഖ ഡാൻസ്, ഒരു നൃത്തം, അതിൽ കുറേ പാട്ടുകളുണ്ട്. 1, 2, 3 അല്ല, കുറേ പാട്ടുകൾ അതിൽ പാടും. അതിൽ അവസാനത്തെ ഒരു 4 വരി, 2, 3 വരിയുണ്ട്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിധി തുറന്നു എന്നാണ് അവസാനത്തെ വരികൾ കേൾക്കാൻ സാധിച്ചത്. ആ ലോകത്ത് ആ പാട്ടിന്റെ അർത്ഥങ്ങൾ മുഴുവനായിട്ട് ആലോചിച്ചു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിധി തുറന്നു. ആ ദീപം അഥവാ വെളിച്ചം, ആ വെളിച്ചം മനുഷ്യന്റെ മനസ്സിന് അത് വല്ലാത്ത ഒരു സന്തോഷത്തിലേക്കും വല്ലാത്ത ഒരു ആഹ്ലാദകരമായ അവസ്ഥയിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്നു എന്നതാണ് ആ വരികളുടെ അർത്ഥം. അങ്ങനെ ഭിന്നശേഷിക്കാരായ ഈ സഹോദരി സഹോദരന്മാരെ ചേർത്ത് പിടിക്കാനുള്ള അനന്തപുരി ഗ്രാമപഞ്ചായത്തിന്റെ ഈ തീരുമാനത്തിന് ഒരു ജനപ്രതിനിധി എന്ന നിലക്ക്, അല്ലെങ്കിൽ ഭരണസമിതി അംഗം എന്ന നിലക്ക് ആശംസ അർപ്പിക്കുന്നത് ശരിയല്ല എങ്കിലും ആ ഒരു തീരുമാനം നടപ്പാക്കാൻ സാധിച്ച എല്ലാവരോടും നന്ദി കടപ്പാടും അറിയിക്കാൻ അഭിവാദ്യങ്ങളാണ്. കുട്ടികളുടെ പരിപാടികളാണ് നടക്കുന്നത്. അനന്തപുരി ഗ്രാമപഞ്ചായത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഇതിനൊരു കലാപരിപാടി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഓരോ
ചുമരെങ്കിലും ആ ചുമരുകൾക്ക് പുറത്ത് നിന്നുകൊണ്ട് ഒരു ആഘോഷിക്കാൻ സമാധാനം സന്തോഷിക്കാൻ ഒരു വേദി തന്ന നന്ദി പറഞ്ഞാലും മതിയാകുകയില്ലാതെ എല്ലാ നമസ്കാരങ്ങളും ഞാൻ നന്ദിയും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നല്ല പരിപാടിക്ക് നന്ദയോട് നന്ദി. രീതിയിൽ എഴുതി പിടിപ്പിക്കുന്ന രീതിയിൽ ആത്മമായിട്ട് നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനാഥ് നടത്തുന്ന ഈ പഞ്ചായത്ത് വികസിക്കാർക്ക് വേണ്ടി നടത്തുന്ന ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ഈ വിഭവം നൽകുന്ന ഈ സംഘടന ഞങ്ങൾ രൂപം ചെയ്യുന്ന അപേക്ഷയെക്കുറിച്ച് ചേർത്തവർക്ക് 3 വർഷമായി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് ഈ പഞ്ചായത്തിന്റെ എല്ലാവിധ സഹായ സ്ഥാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാ വർഷവും ഈ പഞ്ചായത്തിൽ ഇത് തുടർന്നുണ്ടാവട്ടെ, വരുന്ന നഗരസഭയും അതുപോലെ നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഉദ്ഘാടന ചടങ്ങിൽ പരിപാടികളുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബോധമെന്ന് ഉദ്ഘാടന കമ്മിറ്റി നിർവഹിച്ച ഡിഗ്രിയായ പ്രസിഡന്റ് നെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജാസത്ത, ആശംസ അർപ്പിച്ച ബ്ലോക്ക് മെമ്പർ, അതുപോലെ അംശമാഷ്, മറ്റുള്ള സർക്കാർ മെമ്പർമാര്, അതുപോലെ സംഘാടക സമിതിയിലെ അംഗങ്ങൾ, എല്ലാവരും കൂടി ഒരു പ്രോത്സാഹിപ്പിച്ച ഒരു ദിനമാണ് ഒരു ഉദ്ഘാടന ചടങ്ങ് ചേർന്നോടെ കഴിഞ്ഞിട്ടുള്ളത്. അതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പരിപാടി നമ്മുടെ ഓരോരുത്തരുടെ പരിപാടി ആരംഭിക്കുകയും ഭൂമിയുടെ ആത്മാവിനെ തേടി വയലുകളിലൂടെയും പറമ്പിലൂടെയും പകരത്തിയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് ഓരോ കർഷകനും. തന്റെ അവകാശങ്ങൾ നേരിടുവാൻ വേണ്ടി കൊടുക്കുന്ന ഓരോ കർഷകനും വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒരു കുട്ടി കർഷകൻ